അതായത് നമ്മൾ ഒരാളെ കൂടെ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരുമിക്കുമ്പം തന്നെ മനസ്സിലായോ. അപ്പോൾ അവിടെ ഫുള്ളി നമ്മുടെ ക്ലാരിറ്റിയിലല്ല നമ്മൾ ഒരുമിക്കുന്നതെങ്കിൽ നമ്മൾ ആരുടെ എല്ലാം കൂടെ ഒരുമിച്ചാലും നമ്മളെ ഫ്രണ്ട്സ് സർക്കിള് എത്രത്തോളം വലുതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ സഹകരണത്തിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നമ്മൾ നിരന്തരം നമ്മുടെ ശരീരത്തെ സ്വപ്നങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എണീറ്റ് നടക്കും, അല്ലെങ്കിൽ നമുക്ക് ഓടാനുള്ള കഴിവുണ്ടാവും, പക്ഷെ നമുക്കൊരിക്കലും ജീവിക്കാനുള്ള കഴിവുണ്ടാവില്ല. കാരണം ജീവിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിനെപ്പോഴാണ് ദാഹിക്കുന്നത്, ഇതിനെപ്പോഴാണ് ഉറക്കം വരുന്നത്, ഇത്രയും കാര്യങ്ങളെ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിന്, ഞാൻ കിടന്നുറക്കം വരുന്നുണ്ട് എന്ന് അറിയുന്ന ഈ ശരീരത്തിൻ്റെ ആ ചലനത്തെ ഞാൻ അറിയാനും. ഇത് ആ ചലനത്തെ ആരും അറിയണില്ല. കാരണം എന്തുകൊണ്ടാണ്, ഒരു റണ്ണിങ് റേസിൽ മനുഷ്യൻ പെട്ടുപോയി. അതുകൊണ്ട് തന്നെ നിരന്തരം ഓട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നിയാൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ കുറവുള്ള പോലെ ഓരോരുത്തരും ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ, ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴപ്പിലുള്ള അവസ്ഥ ഇവനെ സമ്മതിക്കണില്ല. അതുകൊണ്ട് തന്നെ നിരന്തരം ഓട്ട. അപ്പോൾ നമ്മൾ രണ്ട് പേര് ഒരുമിക്കുമ്പം ആ ഒരുമിക്കുന്ന അവസ്ഥയിൽ എത്രത്തോളം ചിന്തകളിലേക്കും സ്വപ്നങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോവാതെ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്, അവിടെയാണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. മനസ്സിലായോ? അത്രയും ക്ലിയറാണ്. കാരണം ഒരാളെ നമുക്ക് യാഥാർത്ഥ്യവുമായിട്ട് കണക്ഷനുള്ള വൃത്തിയുള്ള ഒരാളുടെ കൂടെ ഇരിക്കുമ്പം അല്ലെങ്കിൽ കിടക്കുമ്പം നമ്മളുടെ ആ ഒരു ഫ്രീഡം, മനസ്സിലായോ, ആ ഒരു റിലാക്സ്, അതാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെല്ലാം കൂടിയോ 10 കമ്പനിക്കാരുണ്ടോ, ഒരു ഭാര്യയുണ്ടോ, ഈ വൈബ്രേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഓരോ നിമിഷവും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് രോഗങ്ങളും വന്നുകൊണ്ടിരിക്കും. ദാറ്റ്സ് ഇറ്റ്.